ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ക്ലാസ് 7 CBSE യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹീറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സീരീസ് ആയിട്ട് അല്ലേ. അപ്പം അതിൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ഡിഫൈൻ സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസ്. ലാൻഡ് ബ്രീസിനെയും സീ ബ്രീസിനെയും നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞത്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോക്കല്ലേ, നമുക്ക് പിക്ചേഴ്സ് വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കല്ലേ. നമുക്ക് നോക്കാം സീ ബ്രീസ് എന്താ നോക്കാം. സീ ബ്രീസ് എന്താണ് നമ്മൾ ഇപ്പം കാണുകയാണെങ്കിൽ നമുക്ക് സീ ബ്രീസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, സീയിൽ നിന്ന് വരുന്ന അല്ലേ, സീ ടു ലാൻഡ്. അതായത് ദ ബ്രീസ് കം ഫ്രം, അല്ലെങ്കിൽ വിൻഡ് കം ഫ്രം സീ ടു ലാൻഡ്. ബ്രീസ് കം ഫ്രം സീ ടു ലാൻഡ്. അതായത് സീ ബ്രീസ് എന്ന് പറയുമ്പോൾ എന്താണ്, സീയിൽ നിന്ന് ലാൻഡിലേക്ക് വരുന്ന ബ്രീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സീ ബ്രീസ് എന്ന് പറയുന്നത്. ഈ സീ ബ്രീസ് എപ്പോഴാണ് ഉണ്ടാവുന്നത്? സീ ബ്രീസ് ഇറ്റ് ഒക്കേഴ്സ്, എന്താണ് നമുക്ക് പറയാൻ പറ്റും, ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂറിങ് ഡേ ടൈം. നമുക്ക് ഡേ ടൈമിൽ നടക്കുന്ന ബ്രീസിനെയാണ് നമ്മൾ സീ ബ്രീസ് എന്ന് പറയുന്നത്. അത് എവിടെ നിന്നാണ് വരുന്നത്, നമുക്ക് സീയിൽ നിന്ന് ലാൻഡിലേക്കാണ് വരുന്നത്. അതിനുള്ള റീസൺ കൂടി നമുക്ക് എന്ത് ചെയ്യാം നോക്കല്ലേ. ഇവിടെ എന്താണ് നമുക്കറിയാം, വാട്ടർ ഈസ് എ പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ്. അതായത് പുവർ കണ്ടക്ടർ ആണെന്ത്, വാട്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബാഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണെന്ത്, നമ്മളുടെ വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടർ ഹീറ്റഡ് അപ്പ് ആവാൻ കുറേ സമയം എടുക്കും. അതായത് സണ്ണുമായിട്ട് ഇത് എന്താണ്, സണ്ണിൻ്റെ പ്രസൻസിൽ, അല്ലെങ്കിൽ സണ്ണിൻ്റെ റേസ് ഫോൾ ചെയ്ത് കഴിഞ്ഞാലും ഹീറ്റഡ് അപ്പ് ആവാൻ കുറേ സമയം എടുക്കും. അപ്പം ഇത് ഡ്യൂറിങ് ഡേ ടൈം എന്തായിരിക്കും, ഡ്യൂറിങ് ഡേ ടൈം ഇത് കുറേ സമയം എടുക്കും അല്ലേ. ഈ ഡേ ടൈമിൽ എന്ത് കുറേ സമയം എടുക്കും, എന്ത് നമ്മളുടെ സീ, അല്ലെങ്കിൽ നമ്മളുടെ ഓഷ്യൻ എന്ന് പറയുന്നത് എന്താണ്, ഓഷ്യൻ കുറേ സമയം എടുക്കും എന്ത്, ഹീറ്റഡ് അപ്പ് ആവാൻ. പക്ഷേ നമ്മൾ ലാൻഡിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ലാൻഡ് എന്താണ്, ലാൻഡ് പെട്ടെന്ന് തന്നെ ഹീറ്റഡ് അപ്പ് ആവും. ലാൻഡ് എന്താവും, പെട്ടെന്ന് തന്നെ ഹീറ്റഡ് അപ്പ് ആവും. പെട്ടെന്ന് തന്നെ ലാൻഡ് ഹീറ്റഡ് അപ്പ് ആവുമ്പം എന്ത് സംഭവിക്കും, ഹോട്ട് എയർ മുകളിലേക്ക് പോകും. നമുക്കറിയാം ഹോട്ട് എയർ ഓൾവേസ് എന്താണ്, അപ്വേർഡ്സ് ആയിട്ടാണ് മൂവ് ചെയ്യുക. ഹോട്ട് എയർ മുകളിലേക്കാണ്, അറ്റ്മോസ്ഫിയറിൻ്റെ മുകളിലേക്കാണ് പോവുക. കാരണം അതിന് ഡെൻസിറ്റി കുറവാണ്. ഹോട്ട് എയറിന് എന്താണ്, ഹോട്ട് എയർ ഡെൻസിറ്റി എന്താണ്, ഹോട്ട് എയറിൻ്റെ ഡെൻസിറ്റി കുറവാണ്. അപ്പോൾ മുകളിലേക്ക് അത് ട്രാവൽ ചെയ്യും. അപ്പോൾ മുകളിലേക്ക് ട്രാവൽ ചെയ്യുമ്പം എന്ത് സംഭവിക്കും, മുകളിലേക്ക് ട്രാവൽ ചെയ്യുമ്പം ഇവിടെ എയർ ഇല്ലല്ലോ, ഇവിടെ ഫ്രീ സ്പേസ് ഉണ്ടായില്ലേ. അപ്പോൾ ഈ ഫ്രീ സ്പേസിനെ എന്താണ് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഫ്രീ സ്പേസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ നിന്ന് എയർ വരുന്നത്. ഇവിടെ നിന്ന് എന്ത് വരും, എയർ, കോൾഡർ ആയിട്ടുള്ള എയർ ഇങ്ങോട്ടേക്ക് വരും. എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും, വീണ്ടും റൈസപ്പ് ചെയ്യും, ഹോട്ട് എയർ ആയിട്ട് വീണ്ടും റൈസപ്പ് ചെയ്യും. മുകളിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കും, മുകളിലേക്ക് എത്തുമ്പം അതിൻ്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും, ഇതിൻ്റെ കൺവെക്ഷൻ മെത്തേഡിലൂടെ പോകുന്നതുകൊണ്ട് തന്നെ ഇവിടെ എത്തുമ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ കുറയും. ടെമ്പറേച്ചർ കുറഞ്ഞ് ഇവിടേക്ക് എത്തും. ഇവിടെ എത്തി വീണ്ടും എന്ത് ചെയ്യും, അത് കോൾഡറാവും. കോൾഡറായിട്ട് വീണ്ടും ഇങ്ങനെ വന്ന് ഇവിടെ എത്തും. ഇവിടുന്ന് വീണ്ടും ഹോട്ടറാവും. ഹോട്ടറായിട്ട് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വാം എയർ, ലാൻഡിലില്ല വാം എയർ ഓഷനിലേക്കും അല്ലെങ്കിൽ സീയിലില്ല കോൾഡ് എയർ എന്താണ്, ലാൻഡിലേക്കും വരുന്ന ഈ ഒരു പ്രോസസ്സിനെ, അല്ലെങ്കിൽ ഈ ഒരു ബ്രീസിനെയാണ് നമ്മൾ എന്ത് പറയാം, സീ ബ്രീസ് എന്ന് പറയുന്നത്. ഇതെപ്പോഴാണ്, ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂറിങ് ഡേ ടൈമിലാണ് നമുക്ക് ഇത് സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, ലാൻഡ് ഗെറ്റ് ഹീറ്റഡ് അപ്പ്. അതായത് ലാൻഡ് ഇപ്പം പെട്ടെന്ന് ഹീറ്റഡ് അപ്പ് ആവും. പെട്ടെന്ന് ഹീറ്റഡ് അപ്പ് ആകുമ്പോൾ അവിടുത്തെ എയർ റൈസ് ചെയ്യും, വാം എയർ റൈസ് ചെയ്യും. ആ സ്പേസിലേക്ക് എന്ത് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വരും, ഓഷ്യനിൽ നിന്നുള്ള കോൾഡ് എയർ വരും. അതിനെയാണ് നമ്മൾ സീ ബ്രീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലാൻഡ് ബ്രീസ് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലാൻഡ് ബ്രീസ് നോക്കാം. ലാൻഡ് ബ്രീസ് എന്താണ്, ബ്രീസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രീസ് കമ്മിങ് ഫ്രം എന്താണ്, ബ്രീസ് കമ്മിങ് ഫ്രം എവിടുന്നാണ്, ലാൻഡ് ടു സീ. എവിടുന്നാണ്, ലാൻഡിൽ നിന്ന് സീയിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ബ്രീസ് കമ്മിങ് ഫ്രം ലാൻഡ് ടു സീ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലാൻഡ് ബ്രീസ് എന്ന് പറയുന്നത്. ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂറിങ് എന്താണ്, ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂറിങ് നൈറ്റ് ടൈം. എപ്പോഴാണിത് നടക്കാം?
നൈറ്റ് ടൈമിലാണ് ഇത് നടക്കുക. എന്തുകൊണ്ടായിരിക്കും? ഇതും സെയിം റീസൺ ആണ്. കൺവെക്ഷൻ മെത്തേഡിലൂടെയാണ് എന്ത് ഇവിടെ നടക്കുന്നത്. എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ പറഞ്ഞ പോലെ തന്നെ എന്താണ് നമുക്കറിയാം, വാട്ടർ ഈസ് എ ബാഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്. വാട്ടർ എന്താണ്? ഒരു ബാഡ് കണ്ടക്ടറാണ് ഹീറ്റിൻ്റെ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് തന്നെ വാട്ടർ കുറേ നേരം എടുക്കും നൈറ്റ് ടൈമിൽ എന്ത് സംഭവിക്കാൻ, അതിൻ്റെ ടെമ്പറേച്ചർ കുറയാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ കമ്പാരിറ്റീവ്ലി വാമറായിട്ടുള്ള റീജിയൻ ഏതായിരിക്കും? ലാൻഡ് ആയിരിക്കും. വാട്ടർ ആയിരിക്കും, അല്ലെങ്കിൽ ഓഷ്യൻ ആയിരിക്കും കമ്പാരിറ്റീവ്ലി വാമറായിട്ടുള്ള റീജിയൻ ഏതായിരിക്കും? നൈറ്റ് ടൈമിൽ നമ്മൾ വാട്ടർ ആയിരിക്കും. അപ്പോൾ വാട്ടറിൽ ഉള്ള ഹോട്ട് എയർ എന്ത് ചെയ്യും? മുകളിലേക്ക് വരും. അപ്പം ഇതേപോലെ തന്നെ വാം എയർ മുകളിലേക്ക് പോകുമ്പോൾ അവിടേക്ക് എന്ത് ചെയ്യും? ലാൻഡ് പെട്ടെന്ന് ഹീറ്റഡ് അപ്പ് ആവും. അതേപോലെ തന്നെ എന്താണ്, പെട്ടെന്ന് തന്നെ കൂൾ ഡൗൺ ചെയ്യും. നൈറ്റ് ടൈമിൽ പെട്ടെന്ന് തന്നെ കൂൾ ഡൗൺ ചെയ്യും. എവിടെ? ലാൻഡിൽ. അതേപോലെ തന്നെ വാട്ടർ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യില്ല? ഹീറ്റഡ് അപ്പ് ആവില്ല. അതേപോലെ തന്നെ പെട്ടെന്ന് കൂൾ ഡൗൺ ആവില്ല. അപ്പം അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇവിടെ കമ്പാരിറ്റീവ്ലി വാർമർ ആയതുകൊണ്ട് എന്ത് സംഭവിക്കും? വാർമർ ആയതുകൊണ്ട് മുകളിലേക്ക് ഹോട്ട് എയർ പോകും. ആ ഹോട്ട് എയർ എങ്ങോട്ടേക്ക് വരും? ലാൻഡിലേക്ക് വരും. അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് എന്ത് പോകും? നമ്മുടെ ലാൻഡിൽ നിന്ന് കോൾഡ് എയർ എവിടേക്ക് പോകും? സീയിലേക്ക് അല്ലെങ്കിൽ ഓഷനിലേക്ക് പോകും. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ബ്രീസിനെയാണ് നമ്മൾ വിളിക്കുന്നത് എന്ത്? ലാൻഡ് ബ്രീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് എന്താ ലാൻഡ് ബ്രീസും സീ ബ്രീസും തമ്മിലുള്ള ഡിഫറൻസ്. ഇങ്ങനെയാണ് എന്ത് നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്യേണ്ടത്. ഓരോ കാര്യങ്ങളും നമ്മളിന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യണം? അതിൽ ഉൾപ്പെടുത്തണം. അതേപോലെ തന്നെ നമുക്ക് ചിത്രം, അതായത് നമുക്ക് ലാൻഡിൻ്റെയും ഒരു വാട്ടറിൻ്റെയും ചിത്രം കൂടി വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള സ്കോഴ്സ് ഈ ഒരു ക്വസ്റ്റ്യനിൽ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് നേടാൻ കഴിയും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? പറയണം. നമ്മൾ പോയിൻറ്റ്സ് ആയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനെ ക്ലിയർ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് നമ്മൾ ലാൻഡ് ബ്രീസും സീ ബ്രീസും ഡിഫൈൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സീരീസിൻ്റെ 3rd ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഹീറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അടുത്തൊരു ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ താങ്ക് യു ആൾ.